കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഡോക്ടർ വന്നിട്ടുണ്ട്. ആ ശരി. ആ ഡോക്ടർ വന്നിട്ടുണ്ട്, ഒന്ന് ചെന്ന് കണ്ടോളൂ. എനിക്ക് മതി മതി നിന്റെ നിലവിളി. ദേ ഇവിടെ ഇപ്പൊ കേൾക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അടിപൊളി. നീ ആദ്യം ഡോക്ടറെ ഒന്ന് ഡീൽ ചെയ്യേ. അപ്പോഴേക്കും ഞാൻ പുറത്തുള്ളവരെ ഒന്ന് കണ്ടിട്ട് വരാം. രാജലക്ഷ്മി, രേഖമോൾക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഗായത്രിയമ്മേ. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, പേടിക്കാനൊന്നുമില്ല. 4-ാം മാസത്തിലും 5-ാം മാസത്തിലും ഒക്കെ ഇങ്ങനെ വരാറുണ്ടെന്ന നഴ്സ് പറഞ്ഞത്. കുറച്ചു സമയം റെസ്റ്റ് എടുത്ത് കുറവുണ്ടെങ്കിൽ വീട്ടിൽ പോവാന്നും പറഞ്ഞു. അപ്പോഴേ ഞാനൊന്ന് രേഖയെ കണ്ടിട്ട് വരാം. അയ്യോ, രഘു ഇപ്പൊ അകത്തേക്ക് പോണ്ട. അതെന്താ? ഇഞ്ചക്ഷൻ കഴിഞ്ഞ് 1/2 മണിക്കൂർ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്നാ നഴ്സ് പറഞ്ഞത്. നേഴ്സോ? അപ്പോ ഡോക്ടർ ഇല്ലേ? ഉണ്ട്, ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട്. എന്നാ പിന്നെ ശല്യം ചെയ്യേണ്ട രഘു. നല്ല വേദനയായിട്ടല്ലേ അവള് വന്നത്. കുറച്ചു നേരം അവളൊന്ന് ഉറങ്ങട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാനേ ഓപ്പറേഷൻ തിയേറ്റർ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഓപ്പറേഷൻ തിയേറ്ററിലോ? എന്തിന്? അസുഖത്തിന്റെ കാര്യല്ലേ, ഒന്നും പറയാൻ പറ്റൂലെന്നേ. അതിനിപ്പോഴല്ലേ രേഖയുടെ അമ്മ പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന്. അല്ല, രേഖയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ ഓപ്പറേഷൻ തിയേറ്റർ? വേറൊരാളെ കാണാനാ. വേറെ ഒരാളെ കാണാനോ? അതാരാ രാജലക്ഷ്മി അമ്മയ്ക്ക് ഇവിടെ വേറെ പരിചയക്കാര്? അതും ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്? പരിചയക്കാരൊന്നുമല്ല. പിന്നെ വേറൊരാളെ കാണാൻ പോകുന്നെന്ന് ഇപ്പൊ പറഞ്ഞതോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞു. എന്റെ ആരും അല്ല അവിടെ. വേറൊരാളുടെ ബന്ധു അവിടെ കിടപ്പുണ്ട്. ആ ആള് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്നാ ഞാൻ പറഞ്ഞത്. ആ ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാ എല്ലാവർക്കും ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ആളുടെ ആരാ അതെന്ന് ഞാൻ പറഞ്ഞു തരാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഞാൻ ഇത്ര വ്യക്തമായി പറഞ്ഞു തന്നിട്ടും രഘുമോന് കൺഫ്യൂഷൻ ആയോ? എങ്കിൽ 1/2 മണിക്കൂറിനകം എല്ലാവരുടെയും കൺഫ്യൂഷൻ ഞാൻ മാറ്റിത്തരാം. രഘുവിന് കൺഫ്യൂഷൻ മാറിയില്ലേ? അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ. മതി 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 മതി, എല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. രേഖയുടെ അമ്മ പോയിട്ട് വരണം പ്ലീസ്. ദാ വരുന്നു. അനിയത്തിക്കുട്ടിക്ക് കണ്ടമ്മേ. ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കാന്ന് രാജലക്ഷ്മി പറഞ്ഞത്. കുറച്ചുനേരം ഉറങ്ങിയിട്ട് നോക്കാന്ന് പറഞ്ഞു. അല്ല, രാജലക്ഷ്മി അമ്മ എങ്ങോട്ട് പോയത്? ഓപ്പറേഷൻ തിയേറ്ററിൽ പോവാണെന്നാ പറഞ്ഞത്. ഓപ്പറേഷൻ തിയേറ്ററിലോ? എന്തിന്? അതെ ചേട്ടായി, വേറൊരാളുടെ ബന്ധു അവിടെ കിടപ്പുണ്ട്. ആ ബന്ധു രേഖയുടെ അമ്മയുടെ വേണ്ടപ്പെട്ട ആളാണത്രേ. ആ ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാ എല്ലാവർക്കും ഇവരുടെ വേണ്ടപ്പെട്ട ആളുടെ ആരാ അതെന്ന് പറഞ്ഞു തരാമെന്ന്. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി. ചേട്ടായിക്ക് ഇതിന്ന് എന്താണ് മനസ്സിലായത്? ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ല.
ഇതാണ് രേഖയുടെ അമ്മ പറഞ്ഞിട്ട് പോയത്. എന്തോ പ്രശ്നമുണ്ടല്ലോ. എഴുന്നേറ്റോളൂ. ഇനി ഒരു പേടിയുടെയും ടെൻഷന്റെ ആവശ്യമില്ല. സുദർശന്റെ അസുഖം നല്ലവണ്ണം ഭേദമായിട്ടുണ്ട്. ഇപ്പൊ കഴിക്കുന്ന അത്രയും ഗുളികയുടെയും മരുന്നിന്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ മതിയെന്ന് പറയുന്നത് വരെ റെഗുലർ ചെക്കപ്പിന് വരണം. വരാം ഡോക്ടർ. പിന്നെ അല്പം സ്വല്പം ചെറിയ ജോലിക്കൊക്കെ പോകാമോ ഡോക്ടർ? 1 മാസം കൂടെ റെസ്റ്റ് എടുക്കണം. അടുത്ത ചെക്കപ്പ് കൂടി കഴിഞ്ഞിട്ട് പോകാം. എങ്കിലും ഭാരം എടുക്കുന്ന ജോലിക്കൊന്നും പോകണ്ട. ഇല്ല ഡോക്ടർ. പിന്നെ മരുന്ന് കുറച്ചതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ അപ്പോ ഇവിടെ വരണം കേട്ടോ. വരാം ഡോക്ടർ. എപ്പോഴും സന്തോഷത്തോടെ ഇരുന്നാ മതി. വേറെ ഒരു കുഴപ്പവും വരില്ല. വിഷമിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു ഡോക്ടറെ. എന്റെ മോളടുത്തുണ്ടെങ്കിൽ എനിക്കൊരു അസുഖമില്ല, വിഷമവുമില്ല. അല്ലേ മോളെ? ശരിയെന്നാ. ശരി ശരി ഡോക്ടർ. അയ്യോ, പണിയായല്ലോ. ബാത്റൂം എവിടെയാണാവോ? ഇത് ആരുടെ കയ്യിൽ കൊടുക്കും? സാർ, ഞാൻ ഇപ്പൊ വരാമേ. ഹേയ്, ആ പയ്യൻ ആ രവി, അത് അന്ന് നമ്മുടെ വീട്ടിൽ വന്ന ആ പെൺകുട്ടിയുടെ അനിയനല്ലേ? അവനെങ്ങനെ നിന്നെ ഇത്ര പരിചയം? അത് അയ്യോ, ഡോക്ടർ, സംശയിക്കണ്ട, ഞാൻ ഗർഭിണിയല്ല. ആദ്യമായിട്ടാവും ഡോക്ടറിന് ഇങ്ങനെ ഒരു അനുഭവം അല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഗർഭിണിയാവാനുള്ള ട്രീറ്റ്മെന്റില്ല. പിന്നെ വേറെ ചില അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഈ വേഷം കിട്ടിയെന്നേ ഉള്ളൂ. വാട്ട് യു മീൻ? ഒന്നുമില്ല ഡോക്ടർ. ഞാൻ പറഞ്ഞില്ലേ, ചില അത്യാവശ്യങ്ങള്. അത് തന്നെയാ കാര്യം.
നിങ്ങളൊന്ന് പുറത്ത് നിൽക്കോ. ഡോക്ടർ ഇരിക്കേ. ഡോക്ടർ ഇപ്പോ ആലോചിക്കുന്നുണ്ടാവും എനിക്ക് വല്ല വട്ടും ഉണ്ടോന്ന്. യെസ്, വട്ടുണ്ട്. ആ വട്ടിന് ഞാനൊരു വിലയും ഇട്ടിട്ടുണ്ട്. വെയിറ്റ്. ദാ, 1,00,000 രൂപയുടെ ചെക്കാണ്. എന്തിന്? എന്റെ അസുഖത്തിന്റെ കാര്യം അറിയാൻ എന്റെ ഭർത്താവ് ഉൾപ്പെടെ ഒരു പട തന്നെ പുറത്തുണ്ട്. അവരെ ചെറുതായിട്ടൊന്ന് സമാധാനിപ്പിക്കണം. എന്താ പറയേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. ടേക്ക് ഇറ്റ്. ഇയാള് പറയുന്നത് കേട്ട് ആദ്യം ഞാനൊന്ന് കുലുങ്ങിന്നുള്ളത് നേരാ. ഇത്തരം ആളുകളെ സിനിമയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. നേരിട്ടുള്ള അനുഭവം ആദ്യമായിട്ടാ. പക്ഷെ ഈ അവസാനം പറഞ്ഞത് നടക്കില്ല. എനിക്കൊരു എത്തിക്സ് ഉണ്ട്. അത് വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ ഈ 1,00,000 രൂപ എന്റെ ഇവിടത്തെ ഒരു മാസത്തെ ശമ്പളം മാത്രമാണ്. സോ പണം കാണിച്ച് ഇയാൾ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ശരിയായില്ല. ഏയ് ഡോക്ടർ, ഒരു മിനിറ്റ്. ശരിയായിരിക്കാം, എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയതാവാം. ഡോക്ടറിന്റെ എത്തിക്സിന് എന്ത് വില വേണം? അതിനി എത്രയായാലും എഴുതിയെടുക്കാം. ബ്ലാങ്ക് ചെക്കാണ്. താങ്ക്സ്. ഡോക്ടർ എന്താ പറഞ്ഞു? നല്ല ഭേദമുണ്ടെന്ന് പറഞ്ഞു. ഓ കുറച്ച് ഗുളികയും മരുന്നും ഒഴിവാക്കണമെന്നും പറഞ്ഞു. ഓ കുറച്ചു മാസം കൂടി റെഗുലറായി ചെക്കപ്പിന് വരണമെന്നാ പറഞ്ഞത്. ഓ ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് മുടക്കാതെ നടത്തണം സുദർശൻ. അസുഖം പൂർണ്ണമായി ഭേദമാവട്ടെ. അതെ അതെ, ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഉടനെ ജോലിക്കൊന്നും പോകാൻ നിൽക്കണ്ട. ഇപ്പൊ ശരീരത്തിന് ആവശ്യം വിശ്രമോ? അതല്ല സാർ, വലിയ ജോലികൾ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നെ കൊണ്ടാവുന്ന ചെയ്യാൻ നോക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തു കുറവുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രീലക്ഷ്മി മോളോട് പറഞ്ഞാ മതി. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പറഞ്ഞു പറഞ്ഞ് ഞാനും അടുത്ത അവസ്ഥയാ. ഞാൻ അതിൽ സുദർശൻ അങ്കിളുടെ പക്ഷത്ത. ആത്മാഭിമാനം ആരുടെ മുമ്പിലും പണയം വെക്കാത്തത് തന്നെയാ നല്ലത്. അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ നമ്മള് സുദർശന്റെ ആരെങ്കിലും അല്ലല്ലോ. 2 വീട്ടിലാണെങ്കിലും ഒരു കുടുംബമല്ലേ. കുടുംബത്തിലെ ഒരംഗത്തിന് ഒരാവശ്യം വന്നാ സഹായിക്കേണ്ടത് ആ കുടുംബത്തിലെ തന്നെ മറ്റുള്ള അംഗങ്ങളാ. രവിയുടെ അച്ഛന്റെ സ്ഥാനമാണ് സുദർശന്. അതുകൊണ്ട് സുദർശന്റെ വീട്ടിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആദ്യം ഓടിയെത്തേണ്ടത് നമ്മൾ തന്നെയാ. സത്യം പറഞ്ഞ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്,
രവി വഴി നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന്. ആഹാ. ആ ഭാഗ്യത്തെ നമ്മൾ നിലനിർത്തണം. അത്രേ ഉള്ളൂ. രേഖയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പ്രഗ്നൻസി സമയങ്ങളിൽ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാ. 1 അവർ ഒബ്സർവേഷൻ കഴിഞ്ഞാ നേരെ വീട്ടിലേക്ക് പോവാം. താങ്ക് യു ഡോക്ടർ. ആ രവി, ഞങ്ങൾ രേഖമോൾ ഇന്ന് കണ്ടിട്ട് വരാം. വാ മോനെ. ശരി എന്നാ. ആഹാ. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ഇപ്പൊ പോകുന്നുണ്ടോ അതോ? ഇനിയിപ്പോ ഒരുമിച്ച് ഇറങ്ങാം സാർ. ഓ സർ, അച്ഛൻ ഇവിടുത്തെ ഫാർമസിയിൽ നിന്ന് ഗുളിക വാങ്ങണം. ഞങ്ങൾ പോയി വാങ്ങിയിട്ട് വരാം. ഓ ഓ ഓക്കെ. ആഹാ. ആ ശ്രീലക്ഷ്മി. ഏ? ഹലോ. മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുറവുണ്ട് മദറല്ലോ. നേരത്തെ നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ ആകെ ടെൻഷനിലായി പോയി. ടെൻഷനോ? എന്തിന്? കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. രേഖ പറഞ്ഞത് നേരത്തെ ഉള്ള കാര്യമാ രഘു. ഇങ്ങനെയുള്ള അവസ്ഥയില് എന്ത് വൈകാരിക തോന്നിയാലും ടെൻഷൻ ഉണ്ടാവും. രേഖ രാവിലെ സാധാരണ കഴിക്കുന്നതല്ലാതെ വേറെന്തെങ്കിലും കഴിച്ചിരുന്നോ? ഇല്ലല്ലോ. അതിനവിടെ അസാധാരണമായിട്ട് കഴിക്കാൻ രഘു വല്ലതും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ? അതിന് ഞാൻ വേണ്ടല്ലോ. ഒരു ഈ കണ്ണിന്റെ ഡോക്ടറുടെ റൂം എവിടെയാ? ദേ അവിടെ. താങ്ക് യു. നിന്റെ കണ്ണ് ഓപ്പറേഷനോടെ ശ്രീലക്ഷ്മിയും കൺമണിയും ഒന്നല്ല, 2 ആണെന്ന് തെളിയുന്ന എൻ്റെ ഓപ്പറേഷനും കഴിയും. 2 ഓപ്പറേഷനും സക്സസ് ആവും. നീ കാഴ്ച കിട്ടി ആദ്യം കാണുന്നത് നല്ല കാഴ്ചയാവില്ല.